പാലക്കാട് കള്ളവോട്ടിന് നീക്കമെന്ന എൻ.ഡി.എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് നീക്കം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. ഏറ്റവും കൂടുതൽ വ്യാജ വോട്ടുകൾ വരുന്നത് പട്ടാമ്പിയിലാണെന്നും വ്യാജ വോട്ടർമാർക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ കഴിയുന്ന അത്ര വോട്ടുകൾ ഓരോ നിയമസഭാ മണ്ഡലത്തിലും വ്യാജ പേരുകളിൽ അല്ലെങ്കിൽ ഇരട്ടി വോട്ടുകളായിട്ട് വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ജയിച്ച ഭൂരിപക്ഷത്തിനേക്കാൾ അധികം വോട്ടുകൾ പല നിയമസഭാ മണ്ഡലങ്ങളിലുണ്ട്. പട്ടാമ്പിയിൽ 59,251 വോട്ടർമാരാണ് ഇത്തരത്തിലുള്ളത്. ഷൊർണൂര് 56,233 വോട്ടർമാരുണ്ട്. ഒറ്റപ്പാലത്ത് 57,354 വോട്ടർമാരുണ്ട്. കോങ്ങാട് 36,397 വോട്ടർമാരുണ്ട്. മണ്ണാർക്കാട് 51,437 വോട്ടർമാരുണ്ട്. മലമ്പുഴയിൽ 40,681 വോട്ടർമാരുണ്ട്. പാലക്കാട് 24,798 വോട്ടർമാരുണ്ട്. അതായത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ ആകെയുള്ള വോട്ടിന്റെ 1/4 വോട്ട് ഇരട്ടി വോട്ടാണ്. 13,98,000 വോട്ടർമാരുള്ളത്. അതിൽ 3,26,000 വോട്ടുകൾ ഇരട്ടി വോട്ടുകളായിട്ടാണ് വരുന്നത്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ കുറ്റമറ്റ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം അതാത് സംസ്ഥാനത്തെ ചീഫ് ഇലക്ഷൻ ഓഫീസർമാർക്കാണ്. ഞങ്ങൾക്ക് ചീഫ് ഇലക്ഷൻ ഓഫീസറോട് അഭ്യർത്ഥിക്കാനുള്ളത് കുറ്റമറ്റ രീതിയിലുള്ള വോട്ടർ പട്ടികയുമായിട്ടായിരിക്കണം തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തേണ്ടത്. എസ് വിനേഷ് കുമാർ കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുകയാണ്. വിനേഷ്, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ പല മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ ഇരട്ട വോട്ട്, കള്ളവോട്ട് ആരോപണങ്ങളും ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ ഉയർന്നു. ഈ വീട്ടിലെ വോട്ട് സമയത്തൊക്കെ കള്ളവോട്ട് രേഖപ്പെടുത്തി എന്നുള്ള തരത്തിൽ കണ്ടെത്തുകയും നടപടിയെടുക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ്. എന്താണ് പാലക്കാട് ഒരു സാഹചര്യം? ഗുരുതരമായ ആരോപണം ആണ് പാലക്കാട് എൻ.ഡി.എ സ്ഥാനാർത്ഥി ഉന്നയിക്കുന്നത്. കണക്കുകൾ നിരത്തിയാണ് അദ്ദേഹം ഈ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത്. എന്താണ് സാഹചര്യം? എന്താണ് അദ്ദേഹത്തിന്റെ ആരോപണം? ആര്യ, 3,26,151 വോട്ടുകൾ വ്യാജ വോട്ടുകളാണെന്നാണ് ഇപ്പോൾ BJP ആരോപിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ 13,98,163 വോട്ടർമാരാണുള്ളത്. അതിലാണ് ഈ 3,26,151 ഇരട്ട വോട്ടുകളുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഇവരുടെ പേരുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് മറ്റ് റിപ്ലൈ ഒന്നും ലഭിച്ചിട്ടില്ല എന്നും BJP പാലക്കാട് മണ്ഡലം സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കി. എന്തായാലും ഇനിയിപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭരണകക്ഷിയിൽപ്പെട്ട ചില ആളുകൾ അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടിയാണ് ഇത്തരത്തിൽ കള്ളവോട്ടുകൾ വ്യാപകമായി ചേർത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇതിന്റെ കൃത്യമായ കണക്കുകളും ഒപ്പം തന്നെ വോട്ടർ പട്ടികയിൽ പല ബൂത്തുകളിലും മറ്റ് ബൂത്തുകളിലെല്ലാം തന്നെ 2-3 ബൂത്തുകളിലെല്ലാം തന്നെ ഒരേ ആളുടെ പേരും വിലാസവും വന്നതിന്റെ രേഖകൾ അല്ലെങ്കിൽ അതിന്റെ വോട്ടർ പട്ടിക സഹിതമാണ് സി കൃഷ്ണകുമാറും മറ്റു BJP നേതാക്കളും മാധ്യമങ്ങളെ കണ്ടത്. ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കള്ളവോട്ടുകൾ കണ്ടത് പട്ടാമ്പി നിയോജക മണ്ഡലത്തിലാണ്. പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിൽ വരുന്നത് 59,251 വോട്ടുകളാണ്. ഷൊർണൂരിൽ 56,233 വോട്ടുകളും കള്ളവോട്ടുകളാണ്. ഒറ്റപ്പാലം 57,354, കോങ്ങാട് 36,397, മണ്ണാർക്കാട് 51,437,
മലമ്പുഴയിൽ 40,681 പാലക്കാട് 24,798 വോട്ടുകളും കള്ളവോട്ടുകൾ എന്നാണ് BJP ആരോപിക്കുന്നത്. അതിന് ഉപോത്ബലകമായ തെളിവുകളുമായാണ് ഇവർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത്. എന്തായാലും ഇതുമായി നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം. തെരഞ്ഞെടുപ്പ് ഫലത്തെ പോലും പ്രതിഫലിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും എന്ന് പോലും ഗതി നിർണ്ണയിക്കുന്നത് വോട്ടുകളാണ്. ഇത്തരം വോട്ട് ഇത്രയും ലക്ഷത്തോളം വോട്ടുകൾ കള്ളവോട്ടുകളാവുമ്പോൾ ആര് ജയിക്കണമെന്ന് പലപ്പോഴും ഇത്തരം കള്ളവോട്ടുകൾ തന്നെ തീരുമാനിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭരണകക്ഷിയിലുള്ള ഉന്നത നേതാക്കളുടെ ഒത്താശയോടുകൂടി ചില ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയിട്ടുള്ളത്. ഇതിനെതിരെ ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള ഹർജി സമർപ്പിക്കുമെന്നാണ് C. കൃഷ്ണകുമാർ വ്യക്തമാക്കിയത്. ശരി, S. വിനേഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.